ഹലോ, മിസ്റ്റർ സാരംഗല്ലേ? അതെ. ഐ ആം DYSP അൻവർ. എന്താ സർ? മിസ്റ്റർ സാരംഗിന് എൻ്റെ ഓഫീസിലേക്കൊന്ന് വരാൻ പറ്റുമോ? എന്താ സർ കാര്യം? നിങ്ങളെക്കുറിച്ച് എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാനാ. എന്നെക്കുറിച്ച് പരാതിയോ? ആരാണ് പരാതിക്കാരൻ? എൻ്റെ ഏതെങ്കിലും ക്ലൈൻ്റ് ആണോ? പരാതി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് എപ്പോഴാ ഇവിടെ വരെ ഒന്ന് വരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ? സോറി സർ, ഞാൻ ബിസിയാണ്. സാറ് പരാതി എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ലീഗൽ സൈഡിനെ പറഞ്ഞേൽപ്പിക്കാം. ഐ എം സോറി. ഇക്കാര്യം സാരംഗ് നേരിട്ട് കേൾക്കേണ്ട കാര്യമാണ്. ഇന്ന് മുഴുവൻ ഞാൻ ഓഫീസിൽ തന്നെ ആയിരിക്കും. എനിക്ക് ഒരുപാട് മീറ്റിങ്ങുകളുണ്ട്. ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. ദെൻ ഓക്കെ, ഞാൻ നിങ്ങളുടെ ഓഫീസിലേക്ക് വരാം. അല്ല, അത് എന്താ പറ്റില്ലേ? സാർ വന്നോളൂ. ഓക്കെ. എന്താണ് സർ ഫസ്റ്റ് ഒപ്പീനിയൻ? സിനിക്കറിയില്ലേ, ഞാനൊരു കുട്ടനാട്ടുകാരനാ. അവിടെ കിട്ടുന്ന ഏറ്റവും രുചികരമായ മീന് വരാല. പക്ഷെ പിടിക്കാൻ പാടാ, തെന്നിപ്പോവും. പക്ഷെ അവനെ പിടിച്ച് മസാല ചേർത്ത് വറ്റിച്ചെടുത്ത് കഴിച്ചാലുണ്ടല്ലോ, സ്വർഗ. അതുപോലെ സാരംഗ് ഒരു വരാല തിന്നും. പക്ഷെ പിടിക്കണം, തിന്നാതെ പിടിക്കണം. ഈ അമ്മിമോളുടെ അവസ്ഥ കുറച്ച് പ്രശ്നം അച്ഛാ. ഫാദർ അവിടെ പോയി വന്നപ്പോഴാ കൃത്യമായിട്ടുള്ള വിവരം അറിഞ്ഞത്. അപ്പം മുതല് അരുണിന്റെ അവസ്ഥ ഇതാ. മാമിന്റെ ഏറ്റവും നിർണായക ഘട്ടത്തില് കൂടെ നിന്നില്ലെന്നുള്ള കുറ്റബോധം. അരുൺ, ഹോസ്പിറ്റലുണ്ടായ ഇഷ്യൂ നിങ്ങൾ പറഞ്ഞപ്പോ തന്നെ ഞാനത് സൂചിപ്പിച്ചതല്ലേ? അരുൺ എന്താ അത് മനസ്സിലാക്കാതിരുന്നത്? എനിക്കറിയില്ല അങ്കിൾ, എൻ്റെ ഈഗോ. അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ വിഷമിച്ചിട്ട് എന്താ കാര്യം? മൈഥിലി ഇതൊന്നും മനസ്സിൽ വെക്കില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അത് ഞാനും പറഞ്ഞു വെച്ചാ, പക്ഷെ അതൊന്നും അരുണിന് സമാധാനാവുന്നില്ല. ഞാൻ ചെയ്ത ക്രൂരതയാണ്. അതും ആരോടാ? മൈഥിലി മാമിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് മുഴുവൻ കാരണം ഞാനാ. അവരെന്നോട് കാണിച്ചത് സ്നേഹവും മര്യാദയുമാണ്. മറ്റാരാണെങ്കിലും എന്നെ ചേർത്തൊരു ആരോപണം വരുമ്പോൾ ആ നിമിഷം എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുമായിരുന്നു. പക്ഷെ അപവാദം ഒരുപാട് കേട്ടിട്ടും മാമിനെ തള്ളി പറഞ്ഞില്ല, എന്നെ വിഷമിപ്പിച്ചില്ല. ഉഫ്, എന്തൊരു ഗതികേടാണ്. എനിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ തോന്നുന്നത്? താൻ വിഷമിക്കില്ലടോ. പരിഹാരമില്ലാത്ത പ്രശ്നമുണ്ടോ? തന്റെ ചേച്ചിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും വേറെ ആരാ മനസ്സിലാക്കുക? അതുകൊണ്ട് ഇത് മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്ക്. അധികം വൈകില്ല, മൈഥിലി തന്നെ വിളിക്കും. ഇല്ല അങ്കിൾ, പലതവണ ഞാൻ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല. മാമിന് ഇത് വല്ലാത്ത ഷോക്ക് തന്നെയായിരിക്കും. അരുൺ, നമുക്ക് മാമിന്റെ അടുത്തേക്ക് നേരിട്ട് പോവാം. ഞാൻ സംസാരിക്കാം മാമിനോട്. ആക്ഷേപിക്കുകയാണെങ്കിൽ ആക്ഷേപിച്ചോട്ടെ, ചീത്ത പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ, ഞാൻ കേട്ട് നിന്നോളാം. പിന്നെന്താ? എനിക്കെന്തോ മനസ്സിന് സ്വസ്ഥത നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അരുൺ, മൈഥിലിയുടെ ശബ്ദം ഒന്ന് ഉയർന്നാൽ താൻ വിഷമിക്കും. അതുപോലെ തന്റെ വാക്കൊന്ന് ഉച്ചത്തിലായാൽ മൈഥിലിയും വേദനിക്കും. അത് കൂടപ്പിറപ്പുകളായതിന്റെ ലക്ഷണങ്ങളാ. സമാധാനിക്ക്. ഇതിലിപ്പോ നിങ്ങൾ രണ്ടുപേരും തെറ്റുകാരല്ല, സാഹചര്യങ്ങളാ നിങ്ങളെ കൊണ്ട് ചിലത് പറയിപ്പിച്ചത്. അതിന്റെ തിരിച്ചറിവുണ്ടാവുമ്പോ അതങ്ങ് അവസാനിക്കും. പ്ലീസ് അരുൺ, ഇങ്ങനെ ഇരിക്കല്ലേ. കാണുമ്പോ സങ്കടാവും. കുഴപ്പമില്ലടോ, ഇനിയെല്ലാം വരുന്ന പോലെ വരട്ടെ, അല്ലാതെ എന്ത് ചെയ്യാനാ? ഗുഡ് മോർണിംഗ് സർ. മിസ്റ്റർ സാരംഗ് ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സർ. ഇപ്പൊ കാണാവോ? യെസ് സർ. നിങ്ങൾ മാനേജറാ. സിനി ഇവിടെ ഒന്ന്. ഹലോ മിസ്റ്റർ സാരംഗ്. ഹലോ സർ. സാർ ഇരിക്കും. സോറി സർ, നേരത്തെ കൂട്ടി വെച്ചിരുന്ന കുറെ പ്രോഗ്രാംസ് ഒന്നിച്ച് വന്നോണ്ടാ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റാതായത്. ഇവിടെ വരാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പറയൂ സർ, എന്താണ് എന്നെക്കുറിച്ച് കിട്ടിയ കംപ്ലൈന്റ്? കംപ്ലൈന്റ് നിങ്ങളുടെ ഫാമിലിയും തന്നെയാ. നിങ്ങളുടെ മകളെ പറ്റി.
ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി. സർ, ആദ്യമേ തന്നെ പറയാം, ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ഇപ്പൊ നല്ല ടേംസിലല്ല. നിയമപരമായി ഞങ്ങൾ സെപ്പറേറ്റഡ് അല്ല, പക്ഷേ സെപ്പറേറ്റഡ് ആണ് എല്ലാ അർത്ഥത്തിലും. അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഞാനാ. ആ ദിവസം മുതൽ എൻ്റെ ഭാര്യ ഡോക്ടർ മൈഥിലി എനിക്കെതിരെ പല രീതിയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ സാറിന് ഡോക്ടർ മൈഥിലി നൽകിയിരിക്കുന്ന ഈ പരാതി പോലും ഒരു കുടുംബ വഴക്കിന്റെ ബാക്കിയാണ്. ഐ എം സോറി മിസ്റ്റർ സാരംഗ്. ഡോക്ടർ മൈഥിലി തന്ന പരാതി എന്റെ കൈവശമില്ല. നിങ്ങളെക്കുറിച്ച് പരാതി തന്നത് മിസ്റ്റർ ജഗന്നാഥനാ, നിങ്ങളുടെ അച്ഛൻ. അച്ഛനോ? യെസ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. പരാതി പ്രകാരം നിങ്ങളുടെ പാർട്ണറായ മായ മഹേശ്വരി നിങ്ങളുടെ മകളായ യാമി എന്ന പെൺകുട്ടിയുമായി മലേഷ്യയിലേക്ക് പോകുന്നു. അതിനുശേഷം നിങ്ങളും മലേഷ്യയിലേക്ക് പോകുന്നു. ദിവസങ്ങൾ കഴിഞ്ഞ് കുഞ്ഞ് തിരിച്ചു വരുന്നത് നിങ്ങളോടൊപ്പം മാനസിക നില തെറ്റിയ അവസ്ഥയിൽ. അവളുടെ മാനസിക നിലയ്ക്ക് ഒരു കുഴപ്പമില്ല സർ. ഇറ്റ്സ് എ പുട്ടപ്പ് സ്റ്റോറി. ഓക്കെ, നമുക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോവാം. നിങ്ങളോട് നിങ്ങളുടെ കുഞ്ഞ് ഒരച്ഛനോട് പെരുമാറുന്നത് പോലെയാണ് പെരുമാറുന്നതെങ്കിൽ ആ നിമിഷം ഞാൻ ഈ പരാതി ചവറ്റുകൂട്ടിൽ എറിഞ്ഞുകളെ. എന്താ സാറങ്, പോ നമുക്ക്. സർ, മോൾക്ക് എന്തോ ഒരു ഡിപ്രഷൻ പോലെ. യെസ്, ആ ഡിപ്രഷനിൽ അവൾ സാരംഗിനെ എതിർക്കുന്നുണ്ട്, മായ മഹേശ്വരി എതിർക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് യാമി എന്ന കുട്ടി ഒന്നുകിൽ നിങ്ങളെ ഭയക്കുന്നു അല്ലെങ്കിൽ വെറുക്കുന്നു. അതിന് തക്കതായ കാരണം അവൾ പോയ സ്ഥലത്ത് വെച്ച് സംഭവിച്ചിരിക്കുമല്ലോ. അതാ എനിക്കറിയേണ്ടത്. നത്തിങ് സർ, അവിടെ പോയ സ്ഥലത്ത് വെച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞ ഉത്തരം. എന്റെ ചോദ്യങ്ങൾക്ക് ഇത് പോരാ. യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു അത് പറ. അച്ഛൻ തന്ന പരാതിയുടെ പേരിലാണല്ലോ സാറിന്റെ ഈ ചോദ്യം ചെയ്യൽ. ആ പരാതി ഞാൻ ഇപ്പൊ തന്നെ പിൻവലിപ്പിക്കാം. ഒരു പരാതി പിൻവലിച്ചാൽ കേസ് തീർന്നു എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? അതൊക്കെ പണ്ടത്തെ ഏർപ്പാടല്ലേ മിസ്റ്റർ സാരംഗ്. പോലീസ് സ്റ്റേഷനിൽ അതിശക്തമായൊരു കംപ്ലൈന്റ് എഴുതി തരിക, പോലീസുകാർ അന്വേഷണം തുടങ്ങി കഴിയുമ്പോൾ എനിക്ക് പരാതി ഇല്ലെന്ന് പറയുക. അത്തരം കേസുകൾ ഞാൻ എടുക്കാറില്ല. ഒരു കേസ് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാതെ ഞാൻ അവസാനിപ്പിച്ചിട്ടുമില്ല. സാർ ഇപ്പൊ ഇതിൽ എന്നെ ഫോഴ്സ് ചെയ്തിട്ട് കാര്യമില്ല. യാമി മോൾക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഞാനൊരു മാനസിക രോഗ വിദഗ്ധനൊന്നുമല്ല. നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ മുഖം വാടിയ നമുക്കത് മനസ്സിലാവില്ലേ സാരംഗ്? നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ ദേഷ്യപ്പെട്ടാൽ നമുക്കത് മനസ്സിലാവില്ലേ? അത് നമ്മൾ മാനസിക രോഗ വിദഗ്ധരായതുകൊണ്ടാണോ? നോ, നമ്മൾ മനുഷ്യരാ. മോളുടെ മാനസികാവസ്ഥ കണ്ടിട്ട് അച്ഛനായ നിങ്ങൾക്ക് ഒന്നും തോന്നിയില്ല. അതിന്റെ കാരണത്തെക്കുറിച്ച് ഒരു ഐഡിയ പോലും ഇല്ല. ഇല്ല സർ, പൂർണ്ണമായിട്ടും ഇല്ല. യാമി മോൾക്ക് എന്തെങ്കിലും അസുഖമാണെങ്കിൽ അത് ഞാൻ ട്രീറ്റ് ചെയ്ത് ഭേദമാക്കിക്കൊള്ളാം. എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഒരു കനത്ത ചോദ്യം ചെയ്യലിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തൽക്കാലം നമ്മൾ പിരിയുന്നു. എനിവേ, എനിക്ക് ചിലപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരും. സാരംഗിനെ വീണ്ടും കാണേണ്ടിയും വരും. ബുദ്ധിമുട്ടാവുമെന്നറിയാം, പക്ഷേ അല്പം ബുദ്ധിമുട്ടിക്കുന്ന പണിയാ എന്റേത്. ഇറങ്ങട്ടെ. എന്താടാ? അച്ഛൻ എന്റെ പേരിൽ ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തോ? കൊടുത്തു. ആര് പറഞ്ഞിട്ട്? എനിക്ക് തോന്നിയിട്ട് അത്രേ ഉള്ളൂ. അതെന്നെ ഏത് വിധത്തിൽ ബാധിക്കുമെന്ന് അച്ഛൻ അറിയോ? അത് ഏത് വിധത്തിൽ ബാധിച്ചാലും അതെനിക്ക് പ്രശ്നമല്ല. എനിക്ക് സത്യം അറിയണം. അതിന് ഇതേ മാർഗമുള്ളൂ. അച്ഛന് ഭ്രാന്ത. മറ്റു ചിലരുടെ താളത്തിനൊത്ത് അച്ഛൻ തുള്ളിക്കൊണ്ടിരിക്കുക. ആരുടെ താളത്തിനൊത്താടാ നീ ഉദ്ദേശിക്കുന്നത്? മൈഥിലിയാണെന്നറിയാം. ഇങ്ങനൊരു ആവശ്യത്തിന് കേസ് കൊടുക്കാൻ അവക്ക് ചങ്കൂറ്റമില്ലാന്ന് നീ കരുതുന്നുണ്ടോ? മൈഥിലി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അവൾ എന്റെ ജീവിതത്തിൽ ആരുമല്ല. പക്ഷെ അങ്ങനെയല്ല നിങ്ങള്. പിന്നെ എങ്ങനെയാന്ന് അറിഞ്ഞാൽ കൊള്ളാം. അച്ഛനും അമ്മയും തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോ. ഇറങ്ങിപ്പോവാൻ പറയാണോ? തൽക്കാലം ഈ ഭാഷയിൽ പറയാൻ എനിക്ക് പറ്റൂ. അതല്ല, എന്നെ ബുദ്ധിമുട്ടിക്കുന്നവർ എന്റെ വീട്ടിൽ നിൽക്കണ്ടെന്ന് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. അച്ഛനും അമ്മയും എങ്ങോട്ടും പോണ്ട. ഈ വീട്ടിൽ എനിക്കും അവകാശമുണ്ട്. ആ അവകാശത്തിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം. മൈഥിലി, മകളുടെ അസുഖം നിനക്കപ്പോ ഒരു കരുവാ.
എന്നെ തോൽപ്പിക്കാനുള്ള നിന്റെ ബലം അത് നീ നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ ഈ നിൽക്കുന്ന നിലവിട്ടാൽ സാരംഗ് എങ്ങോട്ടൊക്കെ പോകുന്ന നിനക്കറിയില്ല. നിങ്ങൾ ആരാ മിസ്റ്റർ? മഹാരാജാവോ? കമ്പനിയിൽ മാസശമ്പളം വാങ്ങിക്കുന്ന സ്റ്റാഫിനോട് കടുത്ത ഭാഷയിൽ നിങ്ങൾ സംസാരിക്കുമ്പോ ചിലപ്പോ അവരെ അടങ്ങി ഒതുങ്ങി നിങ്ങളുടെ മുമ്പിൽ നിപ്പുണ്ടാവും. അതിന്റെ അർത്ഥം സാരംഗ് എന്ന ചക്രവർത്തിയെ അവര് കൈകൂപ്പി വണങ്ങുന്നു എന്നല്ല, സഹിക്കുന്നു എന്നാ. എനിക്കറിയാം അച്ഛൻ DYSPക്ക് മുന്നിൽ പരാതി കൊടുത്താ അത് മറയ്ക്കാനും മായ്ക്കാനും നിങ്ങൾക്ക് സാധിക്കുന്ന. പക്ഷെ ഇതെന്റെ മോൾക്ക് വേണ്ടിയുള്ള പോരാട്ടാ. അതിൽ തളർന്നിരിക്കാൻ മൈഥിലിയെ കിട്ടില്ല. പോലീസ് സ്റ്റേഷനിലല്ല, കോടതിയിൽ കൊണ്ടുപോയി നിർത്തിയിട്ടായാലും നിങ്ങളെ പൂട്ടാൻ എനിക്കറിയാം. ഞാനത് ചെയ്തിരിക്കും സാരംഗ്. കേസ് കൊടുത്തതിന്റെ പേരിലാണ് കയ്യോർത്തെങ്കിൽ അത് എനിക്ക് നേരെ അതിനുള്ള ചങ്ങോട്ടുണ്ടാണ് നിനക്ക് ഉണ്ടാകുക. അവൻ അതിനും പഠിക്കില്ല. അവന്റെ നിയന്ത്രണമൊക്കെ ഇപ്പൊ വേറെ ചിലരുടെ കയ്യിലാ. അതെ, എന്നെ നിയന്ത്രിക്കുന്നത് മറ്റു ചിലരാ. പക്ഷെ ആ നിയന്ത്രണം ഇവളെ പോലെ എനിക്കൊരു ബാധ്യതയല്ല. എന്തായാലും കാര്യങ്ങൾ നിയമപരമായല്ലോ. ഇനിയിപ്പോ നമുക്ക് അങ്ങനെ കാണാം. സാരംഗിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മോള് പേടിക്കണ്ട, ഒട്ടും പ്രതീക്ഷിച്ചു കാണില്ല. അതിന്റെ പ്രതികരണമാ. അന്വേഷിക്കാൻ പോയ DYSPയെ അവൻ വിലക്കെടുക്കും മോളെ. അമ്മേ, ആരെ വേണമെങ്കിലും പിടിച്ചു കെട്ടാൻ ചരടുകൾ ഒരുപാടുണ്ട് സാരംഗിന്റെ കയ്യിൽ. DYSPയുടെ അടുത്ത മൂവ്മെന്റ് എന്താന്ന് നോക്കാം നമുക്ക്. എന്റെ കുടുംബ വിഷയം നമുക്കിടയിൽ ചില തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ തന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അല്പം കടന്ന രീതിയിൽ തന്നെ. ഇറ്റ്സ് ഓക്കെ സാരംഗ്. താൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എങ്ങനെ? അച്ഛൻ എന്റെ പേരിൽ കൊടുത്തിരിക്കുന്ന കേസ് അറിയാലോ. പരാതിയുടെ അടിയിൽ എഴുതി ഒപ്പിട്ടിരിക്കുന്നത് അച്ഛനാണെങ്കിലും പരാതി മൈഥിലിയുടേതാ. അത് മൈഥിലി ബുദ്ധിപൂർവ്വം കളിച്ചതാ. ഈ വിഷയം ഒരു കേസിലേക്കും കോടതിയിലേക്കും ഒക്കെ പോയി എന്താ സംഭവിക്കുക? എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കമ്പനിക്ക് ഒരു ലീഗൽ സൈഡുണ്ട്. ദാറ്റ് മീൻസ് ഞാൻ ശമ്പളം കൊടുക്കുന്ന കാര്യക്ഷമതയുള്ള ഒരുപാട് അഡ്വക്കേറ്റുമാരുണ്ട്. മറുവശത്ത് മൈഥിലിക്ക് കണ്ണീര് മാത്രമേ ഉള്ളൂ. അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? മാത്രമല്ല, ഈ വിഷയം ഒരു കോടതി മുറിയിലേക്കോ മറ്റോ എത്തിയാൽ അവിടെ ആരെയാണ് വിചാരണ ചെയ്യേണ്ടത്? എന്റെ മോളെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ യാമി മോളെ അങ്ങനെ കൊണ്ടു നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അതവളെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് എന്താ ചിന്തിക്കാത്തത്? സാരംഗ്, ഏകദേശം ഒരു 3 കൊല്ലം മുൻപാണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഒരു 17കാരി പെൺകുട്ടിയുടെ മരണം നടന്നത്. 2 പേര് ആ കുട്ടിയെ ആക്രമിച്ചു കൊന്നതാണ്. അന്ന് നടന്ന വ്യാപകമായ പ്രതിഷേധത്തിനിടയിൽ ബിസിനസ് ലോകത്തെ വമ്പന്മാരും പ്രതികരണങ്ങളിൽ പങ്കാളിയായി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സാരംഗ് ഫേസ്ബുക്കിൽ ഇട്ടൊരു പോസ്റ്റ്. എനിക്കും ഉണ്ടൊരു മകൾ, അതുകൊണ്ട് ഞാനും ഈ പ്രതിഷേധത്തിന്റെ കൂടെ ഉണ്ടാവോന്ന്. മറ്റൊരു പെൺകുട്ടിക്ക് വേണ്ടി അത്രയും ചെയ്ത സാരംഗിന് യാമിക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ പോകുന്നത് എന്തുകൊണ്ടാ? വളരെ സിമ്പിളായ ഒരു ചോദ്യമേ ഉള്ളൂ, യാമിക്ക് എന്ത് പറ്റിയെന്ന്. അതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊരു പരാതി തന്നെ ഉണ്ടാവുമായിരുന്നില്ലല്ലോ. മാനസിക നില തെറ്റുന്ന എല്ലാവർക്കും കാരണം നിർബന്ധമല്ല. സാരംഗ് എന്താ പറഞ്ഞേ? മാനസിക നില തെറ്റിയെന്നോ? സ്വന്തം മോളെ ഭ്രാന്തി എന്ന് വിളിക്കാൻ അത്രയ്ക്ക് ഇടുങ്ങിപ്പോയോ തന്റെ മനസ്സ്? അനാമിക, നമുക്ക് കൂടുതൽ സംസാരിച്ച് വഷളാക്കണ്ട. മൈഥിലിയോട് ഈ കേസ് പിൻവലിക്കാൻ താൻ പറയണം, ചെയ്യിക്കണം. ഞാൻ പറയില്ല. മുന്നോട്ട് പോയാൽ അതിന്റെ ഭവിഷ്യത്തുകൾ ഞാൻ പറയണോ? എനിക്കൊന്നും നോക്കാനില്ല എന്ന അവസ്ഥ വന്നാൽ ഞാൻ വളരെ മോശമായിട്ട് പ്രതികരിക്കും. നിലനിൽപ്പിന് വേണ്ടി ശ്രമിക്കുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് ഞാൻ മറന്നുപോകും. ഇത്രത്തോളം എത്തിയില്ലേ സാരംഗ്? സാരംഗ് പൊക്കോ. കേസ് കൊടുത്തവര് അതിന്റെ ഭാവി തീരുമാനിച്ചോളും. എനിക്ക് സാരംഗിനോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഓക്കെ, ബഹളമില്ലാത്ത ഒരു വഴി കൂടി ഞാൻ ശ്രമിച്ചു നോക്കിയെന്നേ ഉള്ളൂ. സാരംഗ്, ഇപ്പൊ എന്റെ മുന്നിൽ വന്നിരുന്ന ഈ രീതി ഉണ്ടല്ലോ, എല്ലാം ക്ഷമിച്ച് താഴ്ന്ന ശബ്ദത്തിൽ സംസാരിക്കാനുള്ള ഒരു മൈൻഡ്.
3 4 മിനിറ്റ് ഇങ്ങനെയൊന്ന് മൈഥിലിയുടെ മുൻപിലിരുന്ന ഈ പ്രോബ്ലം സോൾവ് ആവില്ലേ? ലോകത്ത് ആരുടെ മുമ്പിലും ഞാൻ തലകുനിക്കാം. പക്ഷെ അവളുടെ മുന്നിൽ അതുണ്ടാവില്ല. എന്റെ മരണം വരെ ഉണ്ടാവില്ല. ഇറങ്ങട്ടെ. താങ്ക്സ് ഫോർ എവരിതിങ്. ഇതെന്തൊരു നാണക്കേടാണ് സാരംഗ്. സ്വന്തം അച്ഛൻ തന്നെ ഇങ്ങനെ ഒരു പരാതി കൊടുക്കാന്ന് പറഞ്ഞു. അത്രമാത്രം സ്വാധീനം സാരംഗിന്റെ അച്ഛനമ്മമാരുമായിട്ട് മൈഥിലിക്ക് എങ്ങനെ ഉണ്ടായി? അത് കൺട്രോൾ ചെയ്യാൻ സാരംഗിന് എന്തേ കഴിയാതെ പോയി? മായ, തനിക്ക് കാര്യങ്ങളുടെ കിടപ്പ് വ്യക്തമായിട്ട് അറിയാമല്ലോ. DVSPയുടെ ചോദ്യങ്ങളിൽ നിന്ന് തൽക്കാലം ഞാൻ സ്കിപ്പ് ചെയ്തു. പക്ഷേ അതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുന്നില്ല. യാബിമോൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്ന് മറ്റുള്ളവരറിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് അതിനെക്കുറിച്ചാ. സാരംഗ്, എന്റെ ശീലം ഇങ്ങനെയല്ല. ഒരാള് നമ്മളെ പേടിപ്പിക്കുമ്പോ നമ്മൾ കുറച്ച് കരുത്ത് കൂട്ടുക. എങ്ങനെ? DYSP അൻവറിന് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒരു പരാതിയുടെ പേരില് സാരംഗിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ലോക്കപ്പിലിടാൻ പറ്റുമോ? പറ്റില്ല. അയാളുടെ മുമ്പില് ഒരു പരാതി ചെന്നു, അയാൾ അയാളുടെ ഡ്യൂട്ടി ചെയ്തു. ഇനി മൈഥിലിയുടെ മുമ്പില്, സോറി, പരാതിക്കാരൻ സാരംഗിന്റെ അച്ഛൻ തന്നെയാണല്ലോ. അച്ഛന്റെ മുമ്പിൽ അയാൾ കൈമലർത്തും. ഇതിനേക്കാൾ കൂടിയ വഴി അവർ സ്വീകരിച്ചാൽ? എന്ത് വഴി? പിന്നെ വേണമെങ്കിൽ പ്രാർത്ഥനയും ശാപവും ഒക്കെ ആവാം. അതൊന്നും തൽക്കാലം നമ്മളെ തൊടില്ല. ഹലോ, യെസ്, മായാണ്. എന്താണ് കാര്യം? നാളെയോ? നാളെ ഞാൻ ഫ്രീ അല്ല. എനിക്കല്പം ഒഫീഷ്യലായിട്ടുള്ള എൻഗേജ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, എനിക്ക് അധികം സമയം മാറ്റിവെക്കാൻ ഉണ്ടാവില്ല. ഓക്കെ സാർ. അയാളാ DYSP അൻവർ. അയാൾക്ക് എന്നെ ചോദ്യം ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ മായ, ഇതിവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല എന്ന്. അതിനെന്താ സാറങ്, അയാള് വന്നോട്ടെ. ഓഫീസിൽ ഒരു ദിവസം നമ്മൾ എത്രയോ പേരെ കാണുന്നു. അതിലൊരാൾ DYSP അൻവർ. തനിക്ക് ഒട്ടും പേടിയില്ലേ? DYSP അൻവർ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അയാളേക്കാൾ ഒരുപാട് റാങ്കുകൾ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ പറയാറുള്ളത്, ഞാൻ ഓഫീസിലേക്ക് വരുന്നു, നിങ്ങൾ അവിടെ ഉണ്ടാവണമെന്നാണ്. എനിക്കിത് നിസ്സാരമായ കാര്യമാണ്. നാളെ ചോദ്യം ചെയ്യാൻ വന്ന് തിരിച്ചു പോകുമ്പോ DYSPയുടെ മുഖം സാരംഗൊന്ന് ശ്രദ്ധിച്ചോളൂ. സ്വന്തം പദവിയുടെ പേരില് അയാൾക്ക് എന്തെങ്കിലും ഗൗരവം തോന്നുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ചിട്ടേ എന്റെ മുമ്പിൽ നിന്ന് ഞാൻ അയാളെ വിടും. മായ, താൻ അയാളെ സൂക്ഷിക്കണം. എനിക്ക് ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല സാരംഗ്. സോ സൂക്ഷിക്കേണ്ടത് DYSP അൻവറാണ്. ആ, ഇപ്പൊ എനിക്കൊരല്പം തിരക്കുണ്ട് സാരംഗ്. താൻ ഇവിടെ പോകുന്നു? ഉറവിടം തേടി പോകുന്നു, അങ്ങനെ പറയാം. ഇങ്ങനെ ഒരു കേസ് ആരംഭിച്ചത് എന്റെ പഴയ മുതലാളി KTK ജോസിന്റെ വീട്ടിൽ നിന്നാ. എനിക്ക് അയാളെ ഒന്ന് കാണാൻ സമയമായി. അയാള് ഒരു ക്ഷണക്കത്ത് കൊടുത്തയച്ചിട്ടുണ്ട്. അതിന് പ്രതികരിച്ചില്ലെങ്കിൽ മോശമല്ലേ? ആ, എന്താ ആന്റി, സുഖല്ലേ? എനിക്ക് ജോസാറിനൊന്ന് കാണണം. ജോസേട്ടൻ ഇപ്പൊ ആരെയും കാണാറില്ല. പക്ഷേ എനിക്ക് കണ്ടേ പറ്റൂ. എന്തിന്? ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ട് ആ മനുഷ്യനെ? ഇത്തിരി ജീവനോടെ തളർന്നു കിടപ്പുണ്ട്. അതുകൂടി ഇല്ലാതാക്കാൻ വേണ്ടിയാണോ നീ വന്നേ? പ്രതിഷേധമൊക്കെ എനിക്ക് മനസ്സിലാവും, അതവിടെ ഇരിക്കട്ടെ. എനിക്ക് പറയാനുള്ളത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അത് ജോസാർ കേട്ടേ പറ്റൂ. ഞാൻ സമ്മതിക്കില്ല. എനിക്ക് നിങ്ങളുടെ സമ്മതത്തിന്റെ ആവശ്യമില്ല. മാറാൻ. ആരാ അത്? അവള് വന്നിരിക്കുന്നു, ആ മായ മഹേശ്വരി. ചികിത്സയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ ജോസാർ? എന്താ നിന്റെ വരവിന്റെ ഉദ്ദേശം? പരിചയമുള്ള ആളുകളാവുമ്പോ ഒരു വിശേഷം ചോദിച്ചിട്ട് കാര്യത്തിലേക്ക് കടക്കാമെന്നാ ഞാൻ കരുതിയത്. പക്ഷേ ഇനി നേരിട്ട് കാര്യം തന്നെ പറയാം.
എന്നെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ഇവിടെ ആരൊക്കെ വന്നിരുന്നു? ഇവിടെ ആരും വന്നിട്ടില്ല, നിങ്ങൾ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന കള്ളം നിങ്ങൾ ഭാര്യയും ഭർത്താവും പറഞ്ഞു പോവരുത്. എനിക്കറിയാം അങ്ങനെ ഉണ്ടായെന്ന്. നീ എന്താ ഭീഷണിപ്പെടുത്തുകയാണോ? ജോസ് സാർ ഉന്നതമായ പൊസിഷനിലിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് എങ്ങനെയായിരുന്നു രീതി? തന്ത്രപരമായിട്ട് സംസാരിക്കേണ്ടവരെടുത്ത് തന്ത്രപരമായി സംസാരിക്കും, ഭീഷണിപ്പെടുത്തേണ്ടവരെ ഭീഷണിപ്പെടുത്തും. അതാണ് ബിസിനസിന്റെ പോളിസി. ഞാനിപ്പോഴും ബിസിനസ്സുകാരിയാ. സോ എന്റെ വാക്കുകളിൽ ചിലപ്പോ തന്ത്രം ഉണ്ടാവും, ചിലപ്പോ ഭീഷണി ഉണ്ടാവും. ഈ കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട് തൃപ്തിയാകുന്നില്ലേ നിനക്ക്? വെറും കൂലിക്കാരിയായി ഞങ്ങളുടെ മുമ്പിൽ വന്ന് കേറിയവളാ നീ. അവിടുന്ന് നീ വളർന്ന ഓരോ വളർച്ചയും ഈ മനുഷ്യന്റെ കാശുകൊണ്ടാ, ഇങ്ങേരുണ്ടാക്കി തന്ന ബന്ധങ്ങളും കൊണ്ടാ. അത് മറക്കണ്ട. അതിനുള്ള നന്ദി ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇതുവരെ എത്തിയ ഒരു വഴിയും ഞാൻ മറന്നുപോയിട്ടില്ല. സ്വാഭാവികമായും ആ വഴികളിൽ കണ്ട ആരെയും ഞാൻ മറന്നിട്ടുമില്ല. മൈഥിലി വന്നു അല്ലേ? അത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. അന്വേഷിക്കില്ലായിരുന്നു. ഇവിടുന്ന് കിട്ടിയ വിവരങ്ങളും വെച്ച് മൈഥിലി എന്റെ നേർക്ക് വന്നില്ലായിരുന്നെങ്കിൽ. പക്ഷേ വന്നു. എന്നെ ചോദ്യം ചെയ്യാൻ ഉന്നതങ്ങളിൽ ചിലരെ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് ജോസ് സാർ? ഇങ്ങോട്ട് വരണ്ടേ? തിരക്കണ്ടേ? അണയാതെ ഒരു കനല് ഭാര്യയുടെയും ഭർത്താവിന്റെയും നെഞ്ചും കൂടിന്റെ അകത്ത് കിടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവസരം കിട്ടിയാൽ അത് ആളിക്കത്തുകയും ചെയ്യും. എനിക്കെന്തായാലും ഞാൻ ഇപ്പൊ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരു പടി പോലും താഴാൻ പറ്റില്ല. സോ ചെയ്യാൻ പറ്റുന്നത് എന്താ? എനിക്കെതിരെ പറയുന്ന നാവ് നിശബ്ദമാക്കുക എന്നതല്ലേ? മിണ്ടിപ്പോരുത്. ഈ നരകിച്ചു കിടക്കുന്ന തന്നെ ഇല്ലാതാക്കാൻ എനിക്ക് വലിയൊരു ഫോഴ്സിന്റെ ആവശ്യമൊന്നുമില്ല. മായാമഹേശ്വരി ചെല്ലും ചെലവും കൊടുക്കുന്ന നൂറുകണക്കിന് ആളുകളില് ഏറ്റവും ദുർബലനായവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാ പോലും അവൻ തീർത്തു കളയും തന്നെ. ദേ, ഞാൻ ക്രൂരയാ, കൊള്ളരുതാത്തവളാ, ചതിക്കും. മൈഥിലിക്ക് നിങ്ങൾ പറഞ്ഞു കൊടുത്ത വാക്കുകളാ. ഞാനതൊന്നും നിഷേധിക്കുന്നില്ല. ഞാനിതൊക്കെ തന്നെയാ. പരിചരിക്കാനാണെങ്കിലും ദേ, ഇയാള് ബാക്കി കിടക്കണമെന്നുള്ള ആഗ്രഹമില്ലേ നിങ്ങൾക്ക്? അതുണ്ടെങ്കിൽ ഇനി ആരും ഈ പടി കടന്നു വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. വരുന്നവരുടെയും പോകുന്നവരുടെയും മുമ്പില് മായാമഹേശ്വരിയുടെ പൂർവ്വ ചരിത്രം വിളമ്പാൻ നാവ് ചൊറിഞ്ഞ അതേ നിമിഷം അടുത്ത സെമിത്തേരിയില് ഒരു കല്ലറയും കൂടി സ്വപ്നം കാണണം ജോസ് സാർ. അടക്കത്തിന് ഞാൻ പങ്കെടുക്കും, ഒടുക്കിക്കളഞ്ഞു എന്ന സന്തോഷത്തോടെ. കേട്ടോ? ഇനി ഇതുപോലൊരു വരവ് എനിക്കിങ്ങോട്ട് വരേണ്ടി വരരുത്. മായാമഹേശ്വരിയുടെ മനസ്സിൽ നന്ദിയുടെ അടയാളമായിട്ട് ജോസ് സാറിന്റെ ജീവൻ ഇങ്ങനെ കിടന്നോട്ടെ. പോട്ടെ. ഞാൻ പറഞ്ഞില്ലേ ജോസേട്ടാ, അവള് വരുമെന്ന്. അവൾക്ക് പറയാനുള്ളത് അവൾ പറഞ്ഞോട്ടെ. എനിക്കും ചിലത് പറയാനുണ്ട്. ഹലോ മിസ്റ്റർ ജോസ്. നിങ്ങൾ എന്നെ തിരക്കി വന്നതിന്റെ റിസൾട്ട് ഒന്നുണ്ടായി. മായാമഹേശ്വരി കാലങ്ങൾക്ക് ശേഷം എന്നെ തിരക്കി വന്നു. എന്നിട്ട് ഉപദ്രവിച്ചോ നിങ്ങളെ? ഇല്ല, കൊന്നുകളയൊന്നു തന്നെയാ ഭീഷണി. അവൾ അതിനും മടിക്കില്ല. സോറി മിസ്റ്റർ ജോസ്. ഞാനിപ്പം വിളിച്ചത് നിങ്ങൾ വന്നതുകൊണ്ട് ഞങ്ങൾ പ്രശ്നത്തിലായി എന്ന് പറയാനല്ല. മായാമഹേശ്വരിക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും നീക്കം നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഞാനും ഉണ്ടാകുമെന്ന് പറയാനാ. എന്നുവെച്ചാ? മരണക്കിടക്കയിൽ പോലും വേട്ടയാടാൻ ഒരുത്തി വരുമ്പോ ചില കണക്കുകൾ എനിക്കും പറയാനുണ്ടാവില്ലേ? അവൾക്ക് എതിരെയുള്ള എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് എന്നെ തിരക്കി വരാം. മരണം ഇപ്പോ എന്നെ അത് പേടിപ്പിക്കുന്നൊരു കാര്യമല്ല. ഡോക്ടർ, ഈ രീതി ജോസേട്ട സംസാരിക്കുന്നത് ഞാൻ കാലങ്ങൾക്ക് ശേഷം കാണുകയാ. അതിന്റെ അർത്ഥം എന്റെ ജോസേട്ടന്റെ മനസ്സിന് ബലം വെച്ചു എന്നാ. സൂക്ഷിക്കണം. ആരെങ്കിലും സഹായത്തിനുണ്ടെങ്കിൽ അവരെ വിളിച്ച് കൂടെ നിർത്തണം. ജോസേട്ടൻ പറഞ്ഞില്ലേ
മരണം ഞങ്ങളെ പേടിപ്പിക്കുന്ന വാക്കല്ലെന്ന് പേടിയൊക്കെ പോയി. ഞങ്ങളുടെ മോള് മരിച്ചതിന്റെ കൂടെ. ഡോക്ടർക്ക് എപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയാലും വരാം. എവിടെയെങ്കിലും മൊഴി എടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിനും ജോസേട്ടൻ തയ്യാറാ. വയ്ക്കട്ടെ. പേടിയാവുന്നുണ്ടോ തനിക്ക്? ഇല്ല, പേടിക്കാൻ പാടില്ലല്ലോ. മരിക്കുന്നതിനു മുമ്പ് ജീവിച്ചതിന്റെ ഒരടയാളമെങ്കിലും ബാക്കി വയ്ക്കണം. അല്ലാതെ വെക്കൂടാ.